ഇതൊരു കഷ്ടം നോക്കി ആഗ്രഹിച്ചിട്ട് ഇന്ന് കല്യാണത്തിന്റെ ചെരുപ്പ് ഇട്ടതായിരുന്നു. പറിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ. ഈ സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ച ഏപ്രിൽ 30 നടന്നതാണ്. അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ നെല്ലിയോട്ട് ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ തൊഴാനൊക്കെ പോയി. അവിടെ വലം വെച്ച് തൊഴുത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഒരു ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടായത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇരിക്കുമ്പോഴാണ് എന്റെ ചെരുപ്പ് ഒരെണ്ണം കാണാനില്ല. ഈ പട്ടിയാണ് എന്റെ ചെരുപ്പ് എടുത്തോണ്ട് പോയത്. ഇത് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല. ലാസ്റ്റ് ആ പട്ടിയുടെ പുറകെ പോയി ആ ചെരുപ്പ് ജിതി എടുത്തോണ്ട് വന്നു. ഇതൊരു കഷ്ടം നോക്കി ആഗ്രഹിച്ചിട്ട് ഇന്ന് കല്യാണത്തിന്റെ ചെരുപ്പ് ഇട്ടതായിരുന്നു. പറിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ. നല്ലൊരു ചെരുപ്പാന്ന് ആഗ്രഹിച്ചിട്ടത് തന്നെയാ. നമ്മുടെ വിവാഹത്തിന് മന്ത്രകോടിയോടൊപ്പം ചെരുപ്പും അങ്ങനെ പല വസ്തുക്കളും വെക്കുമല്ലോ. അങ്ങനെ കല്യാണത്തിന് അന്ന് ഇട്ടതിന് ശേഷം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ചെരുപ്പ് വീണ്ടും ഇടുന്നത്. അപ്പം അന്ന് തന്നെ ആ ചെരുപ്പ് പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഫുൾ എൻ്റെ മൂഡ് മൊത്തത്തിൽ പോയേനെ. എന്തോ ഭാഗ്യത്തിന് അത് കിട്ടി. പിന്നെ ഞങ്ങൾ വേഗം പെരളശ്ശേരി അമ്പലത്തിലേക്ക് വന്നു. ഇവിടെ വരാതിരിക്കാൻ കഴിയില്ല, കാരണം ഞങ്ങളുടെ കല്യാണം നടന്നതും ഇതേ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ വന്ന് കുളത്തിൽ വന്ന് കാലൊക്കെ കഴുകി വേഗം തന്നെ തൊഴാൻ വേണ്ടി കയറിപ്പോയി. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് 1 വർഷം മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അവിടെ തന്നെ നിന്ന് തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും അങ്ങനെ സാധിച്ചു. 1 വർഷം മുന്നേ ഇതുപോലെ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഞങ്ങളുടെ 2 പേരുടെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഞങ്ങൾ കല്യാണത്തിന് വിളിച്ചവരും ഒക്കെ കൂടി ഒരു 100-500 പേരുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയൊരു പരിപാടി തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനൊരു വിവാഹത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടുകാരാണെങ്കിലും ജിതിയുടെ വീട്ടുകാരാണെങ്കിലും ഞങ്ങൾ 2 പേരുമാണെങ്കിലും എടുത്ത സ്ട്രഗിളും അന്ന് ആ ഒരു ദിവസത്തിന് വേണ്ടി മാസങ്ങളോളം എടുത്ത തയ്യാറെടുപ്പുകളും ഒക്കെ വളരെ വലുതായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം അതൊക്കെ ഓർക്കുമ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പോലെ തോന്നുന്നു. പിന്നെ വേഗം തൊഴുത പ്രസാദമൊക്കെ വാങ്ങി അവിടുന്ന് നേരെ ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി. ഇന്ന് കുറച്ചധികം ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 50 പേരൊക്കെ ഉണ്ടാവും. അങ്ങനെ വീട്ടിൽ വന്ന് ജിതിയുടെ വല്യച്ഛൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ചോറും കറിയൊക്കെ വെക്കാനുള്ള ചെമ്പും പാത്രമൊക്കെ ഞങ്ങൾ തന്നെ പോയി എടുത്തോണ്ട് വന്നു. പിന്നെ കുറച്ചധികം കസേരയൊക്കെ വേണമായിരുന്നു. അതും ജിതി നമ്മുടെ വല്യച്ഛൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തോണ്ട് വന്നു. തലേന്ന് തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ജിതിയുടെ അനിയത്തിയും കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വല്യച്ഛന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയും അച്ഛനും അമ്മയൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങി. ഈ സാധനങ്ങളൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിൽ കാറ്റ് നിറയ്ക്കുന്ന സമയത്ത് അവളവിടെ സ്വന്തം കാറ്റ് തന്നെ ബലൂണിൽ ഊതി വീർപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇതൊക്കെ പരിപാടിയൊക്കെ സെറ്റാക്കി ഒരു 10-20 ബലൂണോളം ഞങ്ങളെല്ലാം വീർപ്പിച്ചു. ഇവിടെ ജിതി അതൊക്കെ വേഗം തന്നെ സെറ്റാക്കി. അവിടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ മിൽക്കൗ എന്ന് പറഞ്ഞ പോലെ ആനിവേഴ്സറിയുടെ ലെറ്റേഴ്സൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ കേക്ക് വന്നു. പിന്നെ അങ്ങ് ഫംഗ്ഷനൊക്കെ തുടങ്ങി. വിളിച്ച ആൾക്കാരൊക്കെ പെട്ടെന്ന് എത്തി. ഫാമിലി മെമ്പേഴ്സും കൊച്ചുമക്കളും മരുമക്കളും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും വന്നു. പിന്നെ ഞങ്ങൾ 2 പേരും ഓരോരോ ഗിഫ്റ്റൊക്കെ വാങ്ങി അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അങ്ങനെ എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളും. കാരണം ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതെല്ലാവരും വിളിച്ച് ചെറിയൊരു ഫംഗ്ഷനായിട്ട് ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഫസ്റ്റ് ആനിവേഴ്സറി പോലെ ഇനി അങ്ങോട്ടും എല്ലാ ആനിവേഴ്സറിയും ആഘോഷിക്കാൻ പറ്റട്ടെ എന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വന്നവരെല്ലാവരും ഞങ്ങൾക്ക് ഓരോരോ ഗിഫ്റ്റുകളും തന്നു കേട്ടോ. അതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ ഈ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ വേറെ തന്നെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയത് ജിതിയുടെ വല്യച്ഛൻ്റെ മോളാണ് ചേച്ചി. ചേച്ചി തന്നെയാണ് ഇപ്പോൾ കേക്ക് ഞങ്ങൾക്ക് തരുന്നത് തന്നെ. നല്ല കേക്കും ആയിരുന്നു. ചേച്ചി ഇതുപോലെ ഓർഡേഴ്സ് എടുക്കാറും ചെയ്തു കൊടുക്കാറൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വീഡിയോയുടെ പുറകെ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ ഞങ്ങൾക്ക് തന്നു, സമ്മാനങ്ങൾ തന്നു. അതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഞങ്ങൾ വിളിച്ചവരെല്ലാവരും ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ ഇവിടെ എത്തി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒന്ന് ഒത്തുകൂടുന്നതും എല്ലാവരും സംസാരിക്കുന്നതും ഒക്കെ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഫുഡിന്റെ പരിപാടിയിലേക്ക് കടന്നു. അമ്മയുടെ അനിയത്തി പ്രജിതാന്റെയാണ് ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയത്. ആളൊരു അടിപൊളി കുക്കാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്രയും ആൾക്കാർക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണെന്ന് നമ്മൾ സെർവ് ചെയ്തത്. ഇത് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ രാത്രിയായപ്പം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നു. അവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണത്തിന് അവരോടൊപ്പം എടുത്ത നല്ലൊരു ഫോട്ടോ ഫ്രെയിം ഒക്കെ സമ്മാനമൊക്കെ തന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ശുഭം.